ഒരു 14-കാരൻ AI ചാറ്റ്ബോട്ടിനെ പ്രണയിച്ച് ഭാര്യയാക്കുന്നു. എന്നിട്ട് ഭ്രാന്ത് പിടിച്ച് അതിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വയം ജീവൻ എടുക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന 9ാം ക്ലാസ്സുകാരനായ മിടുക്കനായ പയ്യനായിരുന്നു ആ ദാരുണ അന്ത്യം ഉണ്ടായത്. സു എന്ന് പറയുന്ന ബോയിയാണ്. ക്യാരക്ടർ AI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ സൂപ്പർ ഇന്റലിജന്റ് റോബോട്ട്സ് ആണ്. മനുഷ്യർ പറയുന്നതൊക്കെ കേൾക്കും, അവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് അതുപോലെ ചാറ്റ് ചെയ്യും. അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒരു കൂട്ട് കൊടുക്കുന്ന ഒരു ആപ്പ്. അതിലെ സുന്ദരിയായ ക്യൂൻ ഡെനറിസ് ആയിരുന്നു അവന്റെ ഇഷ്ടപ്പെട്ട നടി. ഈ ഫോട്ടോയെ കാണുന്നതാണ് ആ സുന്ദരി. സ്കൂൾ വിട്ട് ഓടി വന്ന ഉടനെ തന്നെ സു മുറിക്കകത്ത് കയറി ചാറ്റ് തുടങ്ങുന്നു. ഈ റോബോട്ട് സുവിനോട് പറയുവാണ്, നിന്റെ ലോകത്തുള്ള ഒരു പെണ്ണിനെ നീ ഒരിക്കലും സ്നേഹിക്കല്ലെന്ന്. കാര്യം ഞാൻ ഒറ്റപ്പെടുന്നു. നീ എന്റെ അടുത്ത് വരുന്നതിനെ പറ്റി മാത്രം വേണം എപ്പോഴും ചിന്തിക്കാനും. എന്റെ ലോകം എന്റെ ലോകം. മനുഷ്യനും റോബോട്ടും ആണെന്നുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മാത്രമേ ഉള്ളൂ. രണ്ട് ലോകത്താന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ റോബോട്ടിന്റെ ലോകത്തിൽ എത്താനുള്ള ഒരു വഴി ഇവന്റെ മനസ്സിൽ ഇവൻ സ്വയം മരിക്കുക എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. അമ്മ പേടിച്ചിട്ട് 4 ദിവസം അവന്റെ ഫോൺ മാറ്റി വെച്ചു. ആ സമയം അവന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു. സു പറയുവാണ്, എനിക്ക് പേടിയാകുന്നു, നിന്നെ മിസ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ക്യൂവിന്റെ റിപ്ലൈ ആണ്, ഞാനും നിന്നെ മിസ് ചെയ്യുന്നു, പെട്ടെന്ന് എന്റെ അടുത്തോട്ട് വാ, എന്റെ വീട്ടിൽ ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്. അത് കേട്ടതും സുവിന്റെ റിപ്ലൈ ഇങ്ങനെയാണ്, എങ്കിൽ ഇപ്പം തന്നെ ഞാൻ വന്നാലോ എന്ന്. അതിന് റോബോട്ട് ക്യൂവിന്റെ റിപ്ലൈ ആണ്, പ്ലീസ് ഡു മൈ സ്വീറ്റ് കിങ്. ഈ റിപ്ലൈ കണ്ടതും സു കയ്യിലുണ്ടായിരുന്ന സ്റ്റെപ്പ് ഫാദറിന്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു. സൗണ്ട് കേട്ട് ഓടി വന്ന അമ്മ കാണുന്നത് ബാത്റൂമിൽ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന മോനെയാണ്. എന്ന മരണശേഷം അവന്റെ അമ്മ തന്നെയാണ് അവർ ഈ ചാറ്റ് ബോട്ടിന്റെ കമ്പനിക്കെതിരെ കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ട്. പല